എന്റെ ജീവന്റെ ജീവനം പൂങ്കുരുന്നേ എന്റെ ചാരത്ത് നിന്നു നീ മായരുതേ. ഞാനിങ്ങനെ പറഞ്ഞാൽ അതൊക്കെ ആരെങ്കിലും എപ്പോഴേലും ഒക്കെ എടുത്ത് റീലിലൊക്കെ ഇടും, അങ്ങനെ കേൾക്കാൻ തുടങ്ങും. പ്രത്യേകം പറഞ്ഞു മൃദുല പ്രണയം ഇതിലുണ്ടാകരുത്, കാര്യം ഇത് സൗഹൃദമാണ്. ഈ പാട്ടിൽ വിദ്യാധരൻ മാസ്റ്റർ പാടണം എന്നുള്ള ഒരു ഏറ്റവും ടച്ചിങ് ആയത് ഇന്ത്യൻ ആംപ്യൂട്ടി ഫുട്ബോളർ ക്യാപ്റ്റൻ, അതായത് നമ്മുടെ വി പി സത്യൻ്റെ അതേ ലെവലിൽ വൈശാഖ് പേരാമ്പ്ര എന്ന് പറയുന്ന ആള് ഈ പാട്ട് ഇൻസ്റ്റയിൽ ഇട്ടപ്പോഴാണ്. ഈ പാട്ടുണ്ടാക്കുന്ന സമയം, ഇതിൻ്റെ ഈ ട്യൂൺ ഫിക്സ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള പാട്ടുകൾ, ഇത് സിനിമയ്ക്കകത്ത് പാടുന്നത് ജോജു ജോർജാണ്. നമ്മുടെ സിനിമ കുറച്ച് ഡിമെൻഷ്യ എന്നൊക്കെ പറയുന്നത്. നീർമിഴിക്കോണിൽ നിറയുന്ന മെല്ലെ ഓർമ്മകൾ പണിതീർത്ത കളിവിടെ എന്നുള്ള വരി അതിനകത്ത് എനിക്കത് കൃത്യമായിട്ടങ്ങ് വന്നു. അപ്പോൾ ഞാനും ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ മാത്യുവും കൂടെ പറയാതെ എന്താ ബേബി ഇത് ആരും കേൾക്കാത്ത. ഞാനിങ്ങനെ മാത്യുവിനോട് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, മാത്യു അത് കേൾക്കും ഒരു സമയമാകുമ്പോൾ, അപ്പോൾ അതിലൊരു ഫീമെയിൽ ശബ്ദം കൂടെ വേണം. നെഞ്ചിൽ നീ കുറുകണ പൂങ്കുയിലായി എൻ്റെ ഉള്ളിൽ നുരയണ തേനലകൾ. മുന്നേ ചെയ്തൊരു കാര്യത്തിന് ഇപ്പോൾ ഇരുന്ന് വർത്താനം പറയാൻ പറ്റുന്നതും വേറൊരു സന്തോഷം. റിലീസായി 4 വർഷത്തിന് ശേഷവും ഒരു പാട്ട് വീണ്ടും നമ്മളിലേക്ക് തിരികെ എത്തുകയാണെങ്കിൽ അത് സംഗീതം മാത്രമല്ല, ഒരു അനുഭവം കൂടിയാണ്. അങ്ങനെ ഒന്നാണ് 2022 ജിയോ ബേബി സംവിധാനം ചെയ്ത ഫ്രീഡം ഫൈറ്റിലെ പൗർണമി ചന്ദ്രിക എന്ന ഗാനം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡയറക്ടർ ജിയോ ബേബി സർ, ആ പാട്ടിന് സ്വന്തം ശബ്ദം കൊണ്ട് ജീവൻ നൽകിയ നിരഞ്ജന ആൻഡ് വരികൾ എഴുതിയിട്ടുള്ള മൃദുല ദേവ്. താങ്ക് യു സർ. പടം റിലീസായി 4 വർഷത്തിന് ശേഷം വീണ്ടും ഈ ഒരു പാട്ടിന് ഇത്ര പോപ്പുലാരിറ്റി കിട്ടുമ്പോൾ സാറിന് എന്താണ് ഫീൽ ചെയ്യുന്നത്? വളരെ സന്തോഷം തോന്നും. ഒന്ന്, ഈ പാട്ടുണ്ടാക്കുന്ന സമയം, ഇതിൻ്റെ ഈ ട്യൂൺ ഫിക്സ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള പാട്ടുകൾ മാത്യു പുളിക്കൻ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടറായി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നേ 2-3 ട്യൂണുകൾ ഇങ്ങനെ ഞാൻ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ചില പാട്ടുകൾ ഞാൻ ജോജു ചേട്ടനെ കേൾപ്പിക്കുന്നുണ്ട്. ജോജു ചേട്ടൻ ആണ് ഇതിൻ്റെ അകത്ത് അഭിനയിച്ചിരിക്കുന്നത്, ജോജു ജോർജ്. ഞങ്ങൾ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ഈ പാട്ട് വരുന്നുണ്ട്. അപ്പോൾ ചിലത് എനിക്കിഷ്ടപ്പെടില്ല, ഞാൻ ജോജു ചേട്ടനെ കേൾപ്പിക്കും. അങ്ങനെ വന്ന ഒരു ട്യൂണാണിത്. ഇത് വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ ജോജു ചേട്ടനെ കേൾപ്പിക്കുന്നുണ്ട്, ഇഷ്ടപ്പെട്ടു. സിനിമയ്ക്കുള്ളിൽ ഈ പാട്ട് ഈ ഒരു രീതിയിലില്ല, ജോജു പാടുന്ന ഒരു പാട്ടായിട്ടാണ്. അങ്ങനെ ഈ പാട്ട് ആരെഴുതും എന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതിന് തൊട്ടു മുന്നത്തെ സിനിമ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ആയിരുന്നു. അതിൽ പാട്ട് എഴുതിയിട്ടുണ്ട് മൃദുല. മൃദുല എഴുതട്ടെ എന്ന് തീരുമാനിക്കും, മൃദുലയായിട്ട് സംസാരിക്കും, അതിൻ്റെ കാര്യങ്ങളൊക്കെ മൃദുല പറയും. പക്ഷേ ഈ സിനിമ ഇറങ്ങി ഈ പാട്ട് ഒരു പ്രൊമോഷൻ മെറ്റീരിയലായിട്ടാണ് ഉപയോഗിച്ചത്. സിനിമയ്ക്കുള്ളിൽ ഈ പാട്ട് ഈ രീതിയിലില്ല. ജോജു എപ്പോഴോ ആലോചിക്കുന്ന, ജോജു ചേട്ടൻ്റെ കഥാപാത്രം ആലോചിക്കുന്ന ഒരു പാട്ടാണിത്. മറന്നു പോകുന്ന, മറവിയും ഒക്കെ ആയിട്ട് ഈ പാട്ടിന് ബന്ധമുണ്ട്, അൽഷിമേഴ്സും ഒക്കെ ആയിട്ട് കണക്റ്റഡാണ് ഈ പാട്ട്. അങ്ങനെ ഈ പാട്ട് സിനിമ ഇറങ്ങി. സിനിമ അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ടൊരു സിനിമയായിരുന്നു. ഫ്രീഡം ഫൈറ്റ് എന്ന് പറഞ്ഞൊരു ആന്തോളജി സിനിമയിലെ പാട്ടാണിത്. അതിന് ഞാൻ സംവിധാനം ചെയ്ത ഓൾഡ് ഏജ് ഹോം എന്ന് പറഞ്ഞ സെഗ്മെൻറ്റിലാണ് ഈ സംഗീതം വരിക. പക്ഷേ ഈ പാട്ട് എന്തുകൊണ്ടോ അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. പല കാരണങ്ങളുണ്ടാവാം. അപ്പോൾ ഞാനും ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ മാത്യുവും കൂടെ പറയാതെ എന്താ ബേബി ഇത് ആരും കേൾക്കാത്ത. ഞാനിങ്ങനെ മാത്യുവിനോട് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, മാത്യു അത് കേൾക്കും ഒരു സമയമാകുമ്പം, ആരും കേൾക്കും, കാരണം ഈ പാട്ട് അങ്ങനെ കേൾക്കാണ്ടൊന്നും പോകാൻ പറ്റില്ല, നല്ല പാട്ടാണ്, അപ്പോൾ എപ്പോഴേലും ആരെങ്കിലും കേൾക്കും. അപ്പോൾ ഞാൻ അതിശയോക്തി കലർത്തി പറയുന്നതല്ല. ഈ പാട്ട് ഇങ്ങനെ വൈറലാകുന്നതിന് 2-3 ദിവസം മുന്നേ എൻ്റെ പാർട്ണർ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, ഇതേപോലെ നമ്മുടെ ഈ പാട്ടെന്താ, ഇപ്പോൾ നമ്മുടെ കിലോമീറ്റേഴ്സിലെ പാട്ടുകളാണെങ്കിലും അല്ലെങ്കിൽ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലെ പാട്ടുകളൊക്കെ കുറച്ച് പോപ്പുലറാണ്, ഇതിലെ പാട്ടെന്താ ആരും കേൾക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതൊരു സമയം വരും. ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ അതൊക്കെ ആരെങ്കിലും എപ്പോഴേലും ഒക്കെ എടുത്ത് റീലിലൊക്കെ ഇടും, അങ്ങനെ കേൾക്കാൻ തുടങ്ങും. ആ പാട്ട് എൻ്റെ ഒരു ദൗത്യമുണ്ട്, ആ പാട്ട് എത്തേണ്ട ചെവികളിലൊക്കെ എത്തും, മനുഷ്യർ കേൾക്കുമെന്ന് പറഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അതിങ്ങനെ ഞാൻ തന്നെ കാണാൻ തുടങ്ങിയത്. അപ്പം സന്തോഷമാണ്, പ്രധാനമായിട്ടും സന്തോഷം. വീണ്ടും ആ സിനിമയിൽ ജോലി ചെയ്ത ആൾക്കാരുമായിട്ട് ഇരിക്കാൻ പറ്റുന്നു. അപ്പോൾ മാത്യു ഈ പാട്ട് വിദ്യാധരൻ മാസ്റ്റർ പാടണം എന്നുള്ള ഒരു ധാരണ നമുക്കുണ്ടായിരുന്നു പാട്ടൊക്കെ ആയി വന്നപ്പോൾ. അപ്പോൾ അതിലൊരു ഫീമെയിൽ ശബ്ദം കൂടെ വേണം. അപ്പോൾ മാത്യു എൻ്റെ തന്നെ മുന്നത്തെ ഒരു പാട്ടുണ്ട്,
ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൽ അതിലൊരു പാട്ട് നിരഞ്ജന പാടിയിട്ടുണ്ട്. അപ്പോൾ ആ ശബ്ദം ഓക്കെ ആവുന്നു മാത്യു പറഞ്ഞു. അങ്ങനെ നിരഞ്ജനനെ വിളിക്കാം. അങ്ങനെ അപ്പോൾ ഞങ്ങൾ 3 പേരും, വിദ്യാധരൻ മാസ്റ്റർ കൂടെയില്ല, അല്ലെങ്കിൽ മാത്യു പുളിക്കൻ കൂടെയില്ല. ബാക്കി ഇങ്ങനെ 4 വർഷം മുന്നേ ചെയ്തൊരു കാര്യത്തിന് ഇപ്പോൾ ഇരുന്ന് വർത്തമാനം പറയാൻ പറ്റുന്നതും വേറൊരു സന്തോഷം. പിന്നെ ഈ പാട്ട് കേൾക്കുമ്പോൾ നൊസ്റ്റാൾജിയ എന്നുള്ളൊരു എലമെൻറ്റ് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് സാറ് ഇൻറ്റൻഷനലി കൊണ്ടുവന്നാണോ? അതായത് ഒരു MS ബാബുരാജ്, ഭാസ്കരൻ മാസ്റ്ററിൻ്റെ ഒക്കെ ഒരു ടച്ച് അത് ഇൻറ്റൻഷനലി അങ്ങനെ വേണം എന്ന് വെച്ചിട്ട് ചെയ്തതാണോ? അത് ഈ കഥയ്ക്ക് വളരെ ആവശ്യമായിരുന്നു, സിനിമയ്ക്ക്. ഇത് സിനിമയ്ക്കകത്ത് പാടുന്നത് ജോജു ജോർജാണ്. അതായത് നമ്മുടെ സിനിമ കുറച്ച് ഡിമെൻഷ്യ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ജോജു ചേട്ടൻ ചെയ്യുന്ന കഥാപാത്രം ഒരു പാട്ട് മറന്നുപോയി. അപ്പോൾ ആ കഥാപാത്രത്തിന് അറിയാവുന്നത് P. ഭാസ്കരൻ്റെയും ബാബുരാജിൻ്റെയും പാട്ടാണ്. ഞാനത് മറന്നുപോയി. അതേതാണെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അത് ഓർത്ത് കിട്ടാത്തതിൻ്റെ ഒരു വിഷമമാണ് അദ്ദേഹത്തിനുണ്ട്. അപ്പം ഈ പാട്ടിനെ സ്വാഭാവികമായിട്ടും P. ഭാസ്കരൻ, ബാബുരാജ് എൻ്റെ ഒരു അത്തരം ഗാനങ്ങളുമായിട്ടുള്ള സാമ്യം ഉറപ്പായിട്ടും ഉണ്ട്. സാമ്യമോ അല്ലെങ്കിൽ അത്തരം ആ കാലഘട്ടത്തുണ്ടായിരുന്ന ഒരു പാട്ടാണെന്ന് തോന്നിപ്പിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതായത് വിദ്യാധരൻ മാഷിൻ്റെ ശബ്ദവും ഒക്കെ. പിന്നെ എനിക്കും പേഴ്സണലി വളരെ ഇപ്പോഴും ഞാൻ പോയി കേൾക്കുന്നത് ബാബുരാജിൻ്റെ പാട്ടുകളാണ്. അപ്പോൾ ആ സംഗീതം ഇപ്പോൾ ഏറ്റെടുക്കുന്നത്, ഇപ്പം മൃദുല നേരത്തെ പറയായിരുന്നു, ഈ ഗാനത്തിനെ പോപ്പുലറൈസ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ യങ് പിള്ളേരാണ്, പുതിയ ആൾക്കാരാണ് ഈ പാട്ട് കൂടുതൽ കേൾക്കുകയും ഈ പാട്ടിനെ കണ്ടെത്തുകയും റീൽസ് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ എന്താ പറയുക, ഇപ്പോൾ ആരാധിക്കുക എന്നുള്ള പാട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ പാട്ട്, പല പാട്ടുകളും നല്ലതെന്നൊന്നും ഇല്ല മ്യൂസിക്കിൽ. അങ്ങനെ ഞാൻ ഇതിങ്ങനെ സ്ലോ ഫേസ് നോസ്റ്റാൾജി ഉണ്ടാക്കുന്ന പാട്ടുകളാണ് നല്ലത്. എനിക്ക് എല്ലാത്തരം പാട്ടുകളും ഇഷ്ടമാണ്. പക്ഷേ എല്ലാ നല്ലതിനെയും ആൾക്കാർ അങ്ങനെ കൈവിടില്ല, എപ്പോഴേലും തിരിച്ചറിയുന്നു എന്നുള്ളത് നല്ല സന്തോഷം. മാം അപ്പോൾ ഈ ഒരു ലിറിക്സിലേക്ക് വരുമ്പോൾ മാമിൻ്റെ എന്തെങ്കിലും പേഴ്സണൽ എലമെൻറ്റ്സ് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ടോ? എൻ്റെ മദറിൻലോ ഡിമെൻഷ്യ ബാധിച്ച ആളായിരുന്നു. അപ്പോൾ അമ്മ അവസാന സമയങ്ങളിലൊക്കെ അമ്മയുടെ 23ാമത്തെ വയസ്സിലോട്ട് തിരിച്ചു പോവുകയും എന്നെ ചേടത്തി എന്നായിരുന്നു വിളിക്കുന്നത്. ആ ചേടത്തി ആരാണെന്നുള്ളത് അറിയില്ല. ചേടത്തി കാരണം മരണം വരെ അമ്മ ചേടത്തി എന്നായിരുന്നു എന്നെ വിളിച്ചുകൊണ്ടിരുന്നത്, അമ്മ പോകുന്നോടം വരെ. അപ്പം അമ്മയ്ക്ക് എപ്പോഴും വൈകുന്നേരം ആകുമ്പോൾ അമ്മ എന്നോട് പറയുമായിരുന്നു, ചേട്ടത്തി അവരെത്ര പേര് വരും, നമുക്ക് വിളക്കൊക്കെ ഒരുക്കണ്ടേ, പായൊക്കെ വിരിക്കണ്ടേന്ന്. അപ്പോൾ ഈ പായ വിരിക്കുന്ന ഒരു സമ്പ്രദായമൊക്കെ പോയ അതൊന്നും അമ്മയ്ക്ക് ഓർമ്മയില്ല. അമ്മയൊട്ട് പായലും അല്ല കിടക്കുന്നത്, എങ്കിൽ പോലും അമ്മ ആ ഒരു കാലഘട്ടത്തിലേക്ക് പോകും. ഇത് നമുക്കെല്ലാവർക്കും എപ്പോഴും ഈ ഒരു ചോദ്യം എന്നോട് എപ്പോഴും ഉണ്ട്, എത്ര പേര് വരും, നമുക്ക് നമ്മുടെ വീട്ടിൽ പോകട്ടെ, ഈ വീട് ഏതാണെന്ന് ഇവരുടെ മക്കൾക്കും അറിയത്തില്ല, അമ്മയുടെ റിലേറ്റീവ്സിന് ആർക്കും അറിയാം, അമ്മ ഏത് വീടാണ് പറയുന്നത് നമ്മുടെ അപ്പോൾ അമ്മ പറയുന്നൊരു വീടുണ്ട്, ആ വീട്ടിലോട്ട് നമ്മൾ ആ വീട്ടിൽ തന്നെ പോകാത്ത ഞാൻ അതാണ് നീർമിഴിക്കോണിൽ നിറയുന്ന മെല്ലെ ഓർമ്മകൾ പണിതീർത്ത കളിവിടെ എന്നുള്ള വരി അതിനകത്ത് എനിക്കത് കൃത്യമായിട്ടങ്ങ് വന്നു. അതൊരു പേഴ്സണൽ ആയിട്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം ജിയോ പറഞ്ഞതുപോലെ തന്നെ ഈ പാട്ട് ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ, ഞാനും ഇപ്പോഴും നമ്മളെ ഹീൽ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട പല പാട്ടുകളുണ്ട്. അത് ബാബുരാജ് സാറിൻ്റെ, ഭാസ്കരൻ മാഷിൻ്റെ, വയലാറിൻ്റെ, അങ്ങനെ ശ്രീകുമാരൻ്റെ, ഒരുപാട് പേരുടെ, ബിച്ചു തിരുമല, അങ്ങനെയൊക്കെ ഇവരുടെയൊക്കെ പാട്ടുകൾ നമ്മളെപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ജിയോ എന്നോട് വന്ന് ഈ പാട്ട് ബാബുരാജ് സാറിൻ്റെ ആ കാലഘട്ടം റിക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പം അത് റിക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചമത്കാര ഭംഗിയുള്ള ഭാഷകളായാലും ഉപയോഗിക്കുന്നത്. കാര്യം ഇപ്പോഴൊക്കെ നമ്മൾ നേരിട്ട് രാത്രി എന്ന് നമുക്ക് പറയാം, പാട്ടിൽ വെയിൽ എന്ന് പറയുന്നു, ഓക്കെ, മഴ. പക്ഷേ അക്കാലഘട്ടത്തിൽ നമ്മൾ നിലാവെന്ന് ഇപ്പോൾ പറയുന്നു, അന്ന് പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു, അത് നിലാവ് തൊട്ട് വിളിച്ചു എന്നുള്ളത് പൗർണമി ചന്ദ്രിക എന്നേ പറയുള്ളൂ, ഓക്കെ. പിന്നെ അതുപോലെ നിശ, യാമം എന്നൊക്കെയാണ് പറയുന്നത്. അതായത് സിനോനിം, സെയിം മീനിങ് വേർഡ്, നാനാർത്ഥം, പര്യായപദം ഒക്കെയാണ് ഉപയോഗിച്ചാണ് അന്നത്തെ പാട്ടുകൾ ചമത്കാര ഭംഗിക്ക് പ്രാധാന്യം കൊടുക്കുന്നതാണ്. അപ്പോൾ ആ ഒരു പാട്ട് എഴുതാൻ പറയുമ്പം എനിക്ക് ആ പാട്ടുകൾ കേട്ടത് എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാവാം. അപ്പോൾ അതെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എനിക്കുള്ള ഒരു പേഴ്സണൽ എലിമെൻറ്റ്സ് ഇതിനകത്ത് വർക്കായത്. പക്ഷേ ആദ്യം എഴുതിയ ഭാഗം ഞാൻ ജിയോ പ്രത്യേകം പറഞ്ഞു, മൃദുല പ്രണയം ഇതിലുണ്ടാകരുത്, കാര്യം ഇത് സൗഹൃദമാണ്.
രണ്ട് വ്യത്യസ്ത ജെൻഡറിലുള്ളവർ, വ്യത്യസ്ത മനുഷ്യർ, വ്യത്യസ്ത കാലഘട്ടത്തിൽ നിന്നും വ്യത്യസ്ത സമയങ്ങളിൽ വന്ന് കൂട്ടായ മനുഷ്യർ തമ്മിലുള്ള പാട്ടാണ്. അതിൽ നമ്മുടെ സുഹൃത്ത് ലാലി PM, പിന്നെ രോഹിണി, നടൻ ജോജു ജോർജ്, ഇവർ 3 പേരും കൂടാണ് ഈ ഭാഗം കൊണ്ടുപോകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഈ ഒരു പാട്ടാണ് ഈ പ്രണയം ഉണ്ടാകരുതെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം എഴുതിയത് പ്രണയമായിപ്പോയി. ജിയോയ്ക്ക് കൊടുത്തപ്പോൾ ജിയോ പറഞ്ഞു, ജിയോ പിന്നെ ഹർട്ട് ചെയ്തില്ല, മൃദുല ഇത് നന്നായിട്ടുണ്ട്, പക്ഷെ അത് നമുക്ക് മറ്റൊരു അവസരത്തിൽ ഉപയോഗിക്കാം പറഞ്ഞു. അപ്പോൾ എനിക്ക് ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാമല്ലോ, എനിക്ക് പറ്റും എന്ന് പറഞ്ഞു. ഞാനൊരു ഫുൾ ഡേ ഇരുന്ന് ഇവരുടെ പാട്ടുകൾ ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട്, അപ്പോൾ ഇപ്പോഴും ഞാനത് ഓർക്കുന്നുണ്ട്. ഞാനന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇത് മാറ്റിയിട്ടില്ല. ഇങ്ങനെ ഓൾമോസ്റ്റ് കുറേയേറെ നേരം ഈ പാട്ടുകൾ തരും കേട്ടോ. ഞാൻ പാട്ട് എഴുതുകയും എൻ്റെ ചേച്ചിയെ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ആൾക്കും കുറച്ചൊരു ലിറ്ററേച്ചറൊക്കെ ഒരു ഇതുണ്ട്. അപ്പോൾ അവരെ കാണിച്ചത് കൊള്ളാവോ എന്നൊക്കെ ചോദിക്കുന്നു. ചിലത് അവർ തന്നെ പറയുന്നുണ്ട് അത് മാറ്റിയതായിരിക്കും നല്ലത്. എനിക്ക് പിന്നെ മാത്യൂസ് മാറ്റി തന്നു കുറച്ച് ഭാഗം. അത് ആദ്യം ഇത് പൗർണമി ചന്ദ്രിക എന്നല്ലായിരുന്നു, അത് ഞാൻ ഓർക്കുമ്പോൾ പറയാം, വേറൊരു വാക്കാണ് ഞങ്ങൾ ഇട്ടത്. മാത്യൂസാണ് അത് മാറ്റിയത്. അപ്പോൾ ജിയോ എന്നോട് വന്ന് ചോദിച്ചു, മൃദുല ഈ വാക്ക് ഇതായാൽ ഭംഗിയാകുമെന്ന് മാത്യൂസ് പറയുന്നു. ജിയോ ഇങ്ങനെയാണ് പറയുന്നത്, കൊള്ളത്തില്ല എന്ന് അഡമൻ്റായിട്ട് പറയില്ല, ബട്ട് നമ്മൾ മാറ്റും, നമുക്കറിയാം കൃത്യം ഇതാണ്. അപ്പോൾ ജിയോയ്ക്ക് ഒരു എന്താ പറയുന്നത്, ഒരു എഡിറ്റിംഗ് ഉണ്ട്, ജിയോയുടേതായ ഒരു എഡിറ്റിംഗ് ഉണ്ട്, മാത്യൂസിനും ഉണ്ട്. അതിനകത്തൊന്നും അവരൊട്ടും എന്താ പറയുന്നു പിന്മാറത്തില്ല. പൗർണമി ചന്ദ്രിക എന്നുള്ളത് മാറ്റിയിട്ട് വേറൊരു വാക്കാണ് ഞാൻ ഇട്ടത്. അപ്പം ആ കുട്ടി തന്നെ, പക്ഷെ അത് മാത്യൂസിന് അത് പോരാ എന്ന് പറഞ്ഞു. അപ്പം ഞാനങ്ങനെ പൗർണമി ചന്ദ്രിക എന്നുള്ള വാക്കിട്ട് ഈ പാട്ട് ഇങ്ങനെ എഴുതി. ഇപ്പം ജിയോ റെഫറൻസ് തന്നു, ഓർക്കുന്നുണ്ടോ ജിയോ റെഫറൻസ് തന്ന പാട്ടുകൾ? പാതിരാവായില്ല, പഠിക്കുന്നു രണ്ടിലെ. പൗർണമി കന്യയ്ക്കോ 17-18 പ്രായം. വേറൊരു റെഫറൻസ്, ഇന്നലെ മയങ്ങുമ്പോൾ 1 മണിക്കിനാവിൻ്റെ. ഇന്നലെ മയങ്ങുമ്പോൾ 1 മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പോൾ കേട്ടിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഈ റെഫറൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ വരികൾ നോക്കേണ്ടത്. അപ്പം ഞാൻ എഴുതിയ പാട്ട് ഒരു 80s വരെ വരുന്നുള്ളൂ, അതിലും പുറകോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ രണ്ടാമത്തെ എഴുത്തിൽ അത് ശരിയായി, അത് ഭയങ്കര സന്തോഷമായി. പക്ഷേ എനിക്ക് തോന്നുന്നു അന്ന് അത്രയും കടുംപിടുത്തം പിടിച്ചതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ ജെൻസികൾ ഈ പാട്ട് ഇൻസ്റ്റാഗ്രാമിൽ വരികയും എനിക്കൊന്ന് കോളേജ് സ്റ്റുഡൻസ് ഇത് ഏറ്റെടുക്കുകയും പിന്നീട് അവരുടെ അധ്യാപകർ മിസ്സുമാർ ഒക്കെ നമ്മളെ വിളിക്കുകയും പിന്നെ സോഷ്യൽ ഇപ്പോൾ ഫെയർവെൽ നടക്കുമ്പോൾ ഈ പാട്ട് ഉപയോഗിക്കുന്നു. പ്രണയം വേണ്ടാന്ന് പറഞ്ഞിരുന്നു, പക്ഷേ ലവേഴ്സ് കൂടുതലായിട്ട് എടുക്കുന്നുണ്ട്. എൻ്റെ ആ വരിയൊന്ന് പഠിക്കാൻ എൻ്റെ ജീവന്റെ ജീവനം പൂങ്കുരുന്നേ എൻ്റെ ചാരത്തോ നിന്നോ നീ മായരുതേ. അങ്ങനെ ഈ വരി. പിന്നെ സോഷ്യൽ അധ്യാപകരും വിദ്യാർത്ഥികളും മാർച്ച് ഏപ്രിൽ മാസങ്ങൾ ഇങ്ങനെ പിരിഞ്ഞു പോകുന്ന സമയത്ത് ഈ പാട്ട് എല്ലാവരും പാടുന്നു. ഏറ്റവും ടച്ചിങ് ആയത് ഇന്ത്യൻ ഈ ആംപ്യൂട്ടി ഫുട്ബോളർ ക്യാപ്റ്റൻ, അതായത് നമ്മുടെ VP സത്യൻ്റെ അതേ ലെവലിൽ വൈശാഖ് പേരാമ്പ്ര എന്ന് പറയുന്ന ആൾ ഈ പാട്ട് ഇൻസ്റ്റയിലിട്ടപ്പോഴാണ് എനിക്കത് ഇതിൻ്റെ ജിയോയും മാത്യൂസും അടക്കം ഉള്ളവർ നിഷ്കർഷ പിടിച്ച ആ ഭാഗം എനിക്ക് ടച്ചിങ് ആയത്. കാരണം പ്രണയം മാത്രമായത് ആ ഒരു ഘട്ടത്തിൽ മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഇതിപ്പോൾ ലവേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഈവൻ പാലിയേറ്റീവ് കെയർ യൂണിറ്റിൽ കിടക്കുന്ന അവരുടെ ഗ്രാൻഡ് മദറിനെ ചേർത്തുകൊണ്ട് ഈ പാട്ട് വരുന്നുണ്ട്. വൈശാഖിൻ്റെ ആ വീഡിയോ കണ്ട് കരയാണ് ഞാൻ. അതുപോലെ തന്നെ ഒരു അധ്യാപകൻ അദ്ദേഹത്തിൻ്റെ കുട്ടികളെ പിരിയുന്നത്, വീണ്ടും കൂടിച്ചേരുന്നത്. 100 തവണ ഞങ്ങൾ ബ്രേക്കപ്പ് ചെയ്തു. ആ ബ്രേക്കപ്പിന് എങ്കിലും സ്റ്റിൽ ഞങ്ങൾ വീണ്ടും വരും ഈ വരികളോടെ എന്നൊക്കെ പറയുമ്പോൾ ഇതിന് എന്തൊക്കെ അർത്ഥമുണ്ടെന്ന് അത് ഒക്കെ അത്രയും വാശി പിടിച്ചത് കൊണ്ട് സൗഹൃദം എന്ന എലിമെൻ്റാണ് ലോകത്തിലെ ഏത് റിലേഷൻ്റെയും ബേസ്മെൻ്റ് എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം പ്രണയം മാത്രമാണ് അതിൽ മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. താങ്ക്സ് ടു ജെൻസി
കിഡ്സ്. കാരണം ഈ ജെൻസിയെ നമ്മൾ ഈ പലപ്പോഴും തള്ളിക്കളയുന്നു. ആ പാട്ടേ പാടും, അവർക്ക് ഇഷ്ടമുള്ളൂ, പോപ്പ്, റാപ്പ് അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നു. അത് എല്ലാ സംഗീത ശാഖകളെയും, കാരണം അതെല്ലാം മികച്ച സംഗീതമാണ്, എല്ലാ സംഗീത ശാഖകളെയും തിരിച്ചു പിടിക്കുന്നു നിങ്ങൾ. ഞങ്ങളുടെയൊക്കെ കാലത്ത് ഞങ്ങൾക്കൊക്കെ അങ്ങോട്ട് വെറ്ററന്മാരുടെ പാട്ടുകൾ മാത്രം, ബാക്കി ഒന്നും കൊള്ളുകയില്ല എന്ന് പറയുന്നവരായിരുന്നു. നിങ്ങൾ അങ്ങനെയല്ല, എല്ലാം ഏറ്റുപിടിക്കുകയാണ് നിങ്ങൾ, അല്ലേ? നിരഞ്ജനയൊക്കെ ജൻസിയിൽ വരുമല്ലോ അല്ലേ? നിങ്ങളെല്ലാവരും അത് എല്ലാ പാട്ടും, ഇപ്പം എന്താ സല്ലാപം കവിതയായി എന്നുള്ള പാട്ട്, ആകാശദീപം ഉണരുമിടമായോ ഈ പാട്ട്, പിന്നെ അമ്പിളി പൊൻവട്ടം ഉരുളി ആ പാട്ട്, അല്ലെ? നാൽപ്പാമരം, അങ്ങനെ എല്ലാ പാട്ടും നിങ്ങൾ തിരിച്ചു കൊണ്ടുവന്നു. അതായത് നിങ്ങൾ 60കളെയും 70കളെയും 80നെയും 90നെയും തിരിച്ചു കൊണ്ട് തരുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ഈ പാട്ടിനെയും തിരിച്ചു കൊണ്ടെത്തും. സർ, മൂവിയിലേക്ക് വരുമ്പം നൊസ്റ്റാൾജിയ എന്നൊരു എലമെന്റ് ഉണ്ട്. അപ്പോൾ ഈ എലമെന്റ് എന്ന് പറയുമ്പോൾ അതിൽ ഒരു ഹാപ്പിനെസ്സും ഒരു മെലങ്കിളിയൊക്കെ മിക്സ് ആണ്. പിന്നെ സാർ എങ്ങനെയാണ് ആ ഒരു ഡ്യുവലിറ്റിനെ മെയിൻറ്റെയിൻ ചെയ്തത്? ആൻഡ് സാറ് പാട്ട് പോപ്പുലർ ആയ ടൈമിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റഗ്രാമിൽ സാർ ഇതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആ പാട്ടൊന്ന് പാടാൻ പറ്റുമോ? നൊസ്റ്റാൾജിയ എനിക്ക് ഒട്ടും താല്പര്യമുള്ള ഏരിയ അല്ല. പിന്നെ പാട്ട് എന്താ ഫേസ്ബുക്കിൽ പാടാൻ കാരണമെന്ന് പാടാൻ കാരണം, ഒന്ന്, ഞാൻ വളരെ റെയറായിട്ട് പാട്ടുകൾ പാടി ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. ഒന്നെങ്കിൽ ഞാൻ തന്നെ ഇരിക്കുമ്പോൾ പാടും, അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ പാർട്ണർ റെക്കോർഡ് ചെയ്ത് തരും. അതിങ്ങനെ വളരെ, ഞാൻ ഏറ്റവും സന്തോഷം ഉണ്ടാകുമ്പോഴാണ് അതൊക്കെ പാടുക, ഞാൻ ഏറ്റവും സമാധാനത്തിലിരിക്കുമ്പോഴാണ്. അപ്പോൾ ഈ പാട്ട് ഞാൻ പാടിയത് പാലക്കാട് ഒരു ഷൂട്ടിൽ കഴിഞ്ഞിട്ട് ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ആ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ക്യാമറ വെച്ചിട്ട് ഞാൻ റെക്കോർഡ് ചെയ്തതാണ്. എൻ്റെ സന്തോഷത്തിനൊരു കാരണം ഈ പാട്ട് പോപ്പുലറായിക്കൊണ്ടിരിക്കുന്നു. എന്ത് നല്ലൊരു കാര്യമാണ്. 4 വർഷം നമ്മൾ നേരത്തെ പറഞ്ഞ മുമ്പത്തെ ഒരു പാട്ട് ഇപ്പോൾ പോപ്പുലറാവുന്നു. അപ്പോൾ ഞാൻ ഇവരെയൊക്കെ ടാഗ് ചെയ്തിരുന്നു. അതൊരു സന്തോഷമായിരുന്നു. അത് ഞാൻ പാടാൻ ട്രൈ ചെയ്യാം, അല്ലേ? എൻ്റെ ജീവൻ്റെ ജീവനം പൂങ്കുരുന്നേ, എൻ്റെ ചാരത്ത് നിന്നു നീ മായരുതേ. വിണ്ണിൽ പറക്കുന്ന പൈങ്കിളിയോ നീയൻ, കണ്ണിൽ മയങ്ങുന്ന പൂങ്കിനാവോ നിന്റെ വാർമുടി തുമ്പിലെ പൂവിതളായെന്നെ ചേർക്കേണമേ, എന്നെ ഓർക്കേണമേ. ചേർക്കേണമേ, എന്നെ ഓർക്കേണമേ. പൗർണമി ചന്ദ്രിക ആലൊളി വീശുന്ന പനിനീർ കുളിരുള്ള ഗ്രാമങ്ങളിൽ നീർമിഴിക്കോണിൽ നിറയുന്നുമെല്ലേ, നീർമിഴിക്കോണിൽ നിറയുന്നുമെല്ലേ, ഓർമ്മകൾ പണി തീർത്ത കളിവീട്, ഓർമ്മകൾ പണി തീർത്ത കളിവീട്. രാരാരാരാരെ രാരാരാരെ രാരാരെ രാരാരെ രാരാരാരെ രാരാരെ താരാരെ രാരാരെ 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 താരാരാരെ രാരാരെ. താങ്ക് യു. ചേച്ചി എഴുതിയ ഒരു സോങ് ഇത്ര വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇത്രയും പോപ്പുലാരിറ്റി കിട്ടിയത് എങ്ങനെയാണ് ചേച്ചി അറിഞ്ഞേ? ആക്ച്വലി എൻ്റെ ഫ്രണ്ട് ദിനുവയിൽ മെൻഷൻ ചെയ്ത് ഇൻസ്റ്റയിൽ പല 2-3 എല്ലാ വർഷവും ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഈ പാട്ട് എവിടെയെങ്കിലുമൊക്കെ. പക്ഷേ തുരുതുര 2-3 ഇടത്ത് മെൻഷൻ ചെയ്യുകയും ജിയോയും നിരഞ്ജനയും അവിടെ ഉണ്ട്, അവരെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇനി ഇവരെന്നെ മെൻഷൻ ചെയ്യാൻ തുടങ്ങി, പിന്നെ ഞാൻ ഇവരെ മെൻഷൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇത് കുറേ ആയപ്പോഴത്തേക്കിന് എനിക്കിത് പിടികിട്ടി. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, വൈശാഖ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കണ്ടപ്പോഴാണ്. ഈ വൈശാഖിൻ്റെ കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഫുട്ബോൾ കളിക്കാൻ പോകുന്നത്, അത് പാഷൻ ഫുട്ബോളാണ്. അപ്പോൾ അദ്ദേഹം കളിക്കാനായിട്ട് പോകുന്ന വഴിക്ക് കാർ അപകടം ഉണ്ടായി. അപകടത്തിൽ അദ്ദേഹത്തിൻ്റെ കാല് പോയി. പിന്നെ അദ്ദേഹം വീണ്ടും, ഇതിന് പാഷൻ ഇതാണ്, വിഷമിച്ചിരുന്നില്ല. വീണ്ടും അദ്ദേഹം വരികയും
ഇന്ന് അദ്ദേഹം ഇന്ത്യൻ ആംബ്യൂട്ടി ക്യാപ്റ്റൻ ആവുകയും ചെയ്തു, ഫുട്ബോൾ ക്യാപ്റ്റൻ ആവുകയും ചെയ്തപ്പോൾ. അപ്പോൾ അദ്ദേഹം ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിൽ ഇട്ടത് ഈ പാട്ട് അദ്ദേഹത്തിന് വളരെ റിലേറ്റ് ചെയ്യുന്നൊരു ഫുട്ബോളാണ് അദ്ദേഹം ഏറ്റെടുത്ത് വെച്ചത്. അപ്പോഴാണ് എനിക്കിത് ഭയങ്കര ശക്തമായിട്ട് ഇതെന്തോ ഒരു ചില ഉത്തരവാദിത്തം നിർവഹിക്കുന്നതായിട്ട് തോന്നുകയും പിന്നെ ഞാൻ കണ്ടിടത്തെല്ലാം അങ്ങനത്തെ ഒരു ഫീല് തോന്നുകയും ചെയ്തു. അപ്പോൾ പിന്നെ ഞാനത് ഫേസ്ബുക്കിലേക്കും തൊട്ട് പുറകെ ജിയോ ഇത് പാടുകയും ചെയ്തു. അപ്പം കൂടുതൽ ആളുകളിലേക്ക് എത്തി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഈ ഒരു ഓർബിറ്റ് പോലെ ഇങ്ങനെ കറങ്ങുമായി പാട്ടിനകത്ത് കിടന്ന്. ഇനി ഇതിൽ മാത്യൂസും വിദ്യാധരൻ മാഷും ആണ് നമുക്കിപ്പോൾ ഫിസിക്കലി ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ഇല്ലാത്തത്. ബട്ട് അവരോട് പ്രത്യേകം സന്തോഷവും നന്ദി അറിയിക്കുന്നു. അവർ എടുത്ത വർക്ക് വിദ്യാധരൻ മാഷിനെ കാണണമെന്നുള്ള, വിദ്യാധരൻ മാസ്റ്ററുടെ കാണണം. ജിയോട് ഞാൻ പറഞ്ഞു, ജിയോ എനിക്ക് വിദ്യാധരൻ മാസ്റ്റർ ജിയോ ഒന്ന് പരിചയപ്പെടുത്തണം, അത്ര എനിക്കിഷ്ടമാണ്. അതായത് കൽപ്പാന്ത കാലത്തോളം കാതരേ നീയൻ മുൻപിൽ കണ്ണടച്ചാലും എൻ്റെ കണ്ണൻ്റെ വിരിമാറ്, അങ്ങനെ എല്ലാം കാ 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 എന്നുള്ളതാണ് എല്ലാം. ആ ഫസ്റ്റ് ലൈൻ ആദ്യത്തെ അക്ഷരം മുഴുവൻ കായിൽ എഴുതിയിട്ടുള്ള ആ പാട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടൊക്കെ എഴുതുക, അതും ഒക്കെ കിട്ടുന്ന ഒരു വലിയൊരു സന്തോഷമായിരുന്നു. എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരണമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പം ഇദ്ദേഹത്തിന് ട്രാക്ക് പാടിക്കൊടുക്കുന്ന മിഥുനാണ്. മിഥുൻ അത് വളരെ ഭംഗിയായിട്ട് ചെയ്തു. നമ്മുടെ സ്റ്റുഡിയോയിൽ ഓൺലൈനിലാണ്, ആഫ്രിക്കയിൽ നിന്നാണ് മാത്യൂസ് പുളിക്കൻ വന്ന് ഇത് ചെയ്തു തരുവാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വലിയൊരു എന്തൊക്കെയോ ഒരു അത്രയും വർക്ക് ചെയ്ത് ഒരു കൂടം പറഞ്ഞാൽ ഞാൻ അത്രയും അങ്ങനെ വർക്ക് ചെയ്തിട്ടില്ല. കാരണം വീട്ടിൽ അങ്ങനെ നമ്മൾ അടച്ചൊക്കെ ഇരിക്കുന്ന സമയത്താണ്. ഇതിൽ നമ്മൾ നേരിട്ട് ഡിജിറ്റലി നമ്മളെല്ലാം ചെയ്യുമായിരുന്നു. പെന്നിലൊന്നും അല്ല എഴുതിയത്, ഡിജിറ്റലി ചെയ്യുകയും പിന്നെ വിദ്യാധരൻ മാസ്റ്റർ ആണെങ്കിലും എഴുതിയ ആളോട് ചോദിച്ച് ഞാൻ ഈ പറയുന്നത് കറക്റ്റാണോ എന്ന് ജിയോയോട് ചോദിപ്പിക്കും. ഞാനിവരെ കാണുമ്പോൾ എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ നോക്കുന്നു. ഇറങ്ങി വന്ന ഉടനെ ജിയോ അദ്ദേഹത്തെ ഞങ്ങളുടെ അടുത്തോട്ട് കൊണ്ടുവരികയും പാട്ടിൻ്റെ വരികൾ എഴുതിയ ആൾക്ക് സന്തോഷം പറയുന്നു എന്ന് പറയുന്നു. അദ്ദേഹത്തിനൊക്കെ ഞങ്ങളെല്ലാവരും കൂടി ചെയ്തൊരു വലിയ ട്രിബ്യൂട്ടായിട്ട് മാത്രമാണ് നമ്മൾ ഈ ജൻസികൾ ഏറ്റെടുത്ത് കൊണ്ടുവന്ന ആ ഒരു സന്തോഷം. ഞാൻ മിലേനിയൻ വിഭാഗത്തിലുള്ള ആൾ ആ നന്ദി പറയുന്നു. ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും എന്തോ ഒരു സാമൂഹിക ഉത്തരവാദിത്തം നിർവഹിക്കാനുള്ളതാണ് ഈ സൗഹൃദം വന്നിരിക്കുന്നത്. അപ്പോൾ മാത്യൂസിന്, വിദ്യാധരൻ മാസ്റ്ററിന്, മിഥുന്, പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരൊക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ ഫ്രാൻസിസ് ലൂയിസ് ഒക്കെ ഞങ്ങളെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചവരാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സബനി സൈറ, വരും ദിവസങ്ങളിൽ അവരുടെയൊക്കെ പേരുകൾ. പിന്നെ ഈ സിനിമ ഇങ്ങനെ എന്താ പറയാ, ഫ്രീഡം ഫൈറ്റ് 5 സിനിമകളുണ്ട്. അതിൽ വേറെ 4 സംവിധായകരും കൂടെ ഉണ്ട്. കുഞ്ഞിലയുണ്ട്, ജിതിൻ ഐസക് തോമസ് ഉണ്ട്, ഫ്രാൻസിസ് ഉണ്ട്, അഖിൽ അനിൽകുമാർ ഉണ്ട്. പിന്നെ ആ സിനിമ നിർമ്മിച്ച പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, ജോമോൻ, വിഷ്ണു, സജിൻ, ഡിജോ. അപ്പോൾ കോവിഡ് ഇങ്ങനെ മൂർച്ഛിച്ച് നിൽക്കുന്ന സമയത്ത് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതുകൊണ്ടാണ് നമ്മൾ കുഞ്ഞു കുഞ്ഞു സിനിമകൾ പല സ്ഥലത്തായിട്ട് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതൊക്കെ ഓർക്കുവാണ്. അങ്ങനെയൊക്കെയാണല്ലോ ഈ പാട്ടുണ്ടായി വരുന്നത്. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു പാട്ടുകാരി ഇത് പാടിയിട്ടുണ്ട്, ഓർക്കുന്നോ? ആരാ പറ? നമ്മളുടെ ജിയോയുടെ മകളാണ് ഇത്. ആദ്യം ഞങ്ങള് മാത്യൂസ് പാടിയ വേർഷൻ കഴിഞ്ഞ് എൻ്റെ കയ്യിൽ കിട്ടുന്നത് ജിയോയുടെ മകള് പാടിയ വളരെ കുഞ്ഞായിരുന്നു പാടിയതാണ്. പോണമി ചണ്ഡിക പാലൊളി വീശുന്ന സിനിമയുടെ ഈ സിനിമയുടെ കൂടെ അടുത്ത എല്ലാവരുടെയും സഹകരണം, ജോജി ചേട്ടനാണെങ്കിലും രോഹിണി, പിന്നെ അതിൽ അഭിനയിച്ചിട്ടുള്ള ജോജു ചേട്ടൻ്റെ ഹസ്ബൻഡ് വൈഫായിട്ട് അഭിനയിച്ച ലാലി, എല്ലാവരും ഈ സിനിമ ഉണ്ടാക്കിയ രീതിയും ഒക്കെ വളരെ രസകരമായിരുന്നു. വളരെ അതൊക്കെ അങ്ങനെയൊക്കെ പറ്റിയല്ലോ. അതിലൊരു പാട്ടിങ്ങനെയൊക്കെ വരുമ്പോൾ സന്തോഷം. സിനിമയിൽ ഫ്രീഡം ഫൈറ്റ് ആക്ച്വലി ശക്തമായ ഒരു ഭാഷ്യം കേരളത്തിൻ്റെ ഫെമിനിയൻ ഇൻ്റർസെക്ഷണൽ ഫെമിനിസത്തിനകത്തൊരു വായന നൽകിയൊരു സിനിമയാണ്. ഇതാണ്, പറയാതിരിക്കാൻ പറ്റില്ല. ആ സമയത്ത് രജീഷയുടെ ഒരു ഡയലോഗ് വളരെ ട്രെൻഡിങ് ആയി. രജീഷയുടെ ഡയലോഗ്, കുഞ്ഞില ചെയ്ത സിനിമ ഒക്കെ വളരെ സ്വീകരിക്കപ്പെട്ടിരുന്നു. കൊണ്ടുവന്നത് സിനിമയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു, സ്പെഷ്യൽ ജൂറി അവാർഡ് ഉണ്ടായിരുന്നു. അത് ഈ 4 സംവിധായകർ, ഞാനും കൂടെ ചേർന്ന് 5 സംവിധായകർക്കും നിർമ്മാതാക്കൾക്കും കൂടെ കിട്ടുന്നെങ്കിലും അത് എൻ്റെ പേരിലാണ് എനിക്കിത് വാങ്ങാൻ വന്നത്. കാരണം ഞാൻ മാത്രം എടുത്തൊരു എഫേർട്ടല്ല, എല്ലാവരും കൂടെ ചെയ്തൊരു സിനിമയ്ക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചു. ഇതൊക്കെ സന്തോഷങ്ങൾ. ഇങ്ങനെ എപ്പോഴും എല്ലാ കാര്യങ്ങളും വളരെ നന്നായി കഴിഞ്ഞൊരു സിനിമയായിരുന്നു. പിന്നെ ഒരു കാരണം നമ്മളിപ്പോൾ വേനൽമഴ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ് അല്ലേ, വേനൽമഴ. പക്ഷെ അത് കാറ്റടിച്ച് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. കൃത്യമായ അനുപാതത്തിൽ സൂര്യൻ്റെ വെളിച്ചവും
മണ്ണിൻ്റെ മണ്ണും അത് മണ്ണിൻ്റെ ഈർപ്പവും കാറ്റും ഹ്യൂമിഡിറ്റിയും ഒത്തു വരുമ്പോൾ മാത്രമേ കൃത്യമായ അളവിൽ മഴ വരുള്ളൂ. അതായത് നമ്മുടെ പ്രകൃതി നമ്മെ കാണിച്ചു തരുന്നുണ്ട് എപ്പോഴാണ് പ്രകൃതിക്കകത്ത് ഒരു വസന്തം വിരിയേണ്ടത് എന്ന്. സോ ഞങ്ങൾക്ക് ഇപ്പോഴായിരുന്നു ഈ പാട്ടുമായിട്ട് എത്തേണ്ട സമയങ്ങൾ. ആ സമയത്ത് ആ സിനിമ നിർവഹിച്ച മറ്റു പല കാര്യങ്ങളുണ്ടായിരുന്നു. ഫ്രീഡം ഫൈറ്റ് എന്ന സിനിമയിലെ ഓരോ സെഗ്മെൻറ്റും ഓരോ കാര്യങ്ങൾ നിർവഹിച്ചു. ഇവൻ രജിഷയുടെ ഡയലോഗ് അടക്കം. ഇപ്പോഴാണ് ഞങ്ങളുടെ ടൈം എന്നാണ് ഞാൻ അതിനെ വിശ്വസിക്കുന്നത്. സമയം ഇപ്പോഴായിരുന്നു. അത് കൃത്യമായി യങ് ജനറേഷനാണ് അത് ഏറ്റെടുത്ത് അതെല്ലാവരിലേക്കും എത്തിച്ചു. സന്തോഷം. കേരളത്തിലെ സർവകലാശാലകളിലെ ഏജൻസി കുട്ടികൾ, അതുപോലെ നിരവധി തൊഴിലിടങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ, ഏറ്റവും നമ്മൾ ജൈവികമായ തൊഴിലുകൾ തൊട്ട് പ്രൊഫഷണൽ തൊഴിലുകൾ വരെ ചെയ്യുന്ന ആൾക്കാർ, മീനിയൽ എന്ന് നമ്മൾ മുദ്ര കുത്തപ്പെട്ട വർക്കുകൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിട്ടുള്ള 20 to 29 സർക്കിളിലുള്ള കുട്ടികളാണ്. പിന്നെ അവരുമായിട്ട് റിലേറ്റ് ചെയ്തും സർവകലാശാലകളിലെ അധ്യാപകരുമാണ് ഫസ്റ്റ് ഇത് ഏറ്റെടുക്കുകയും ഞങ്ങളെ മെൻഷൻ ചെയ്യുകയും ചെയ്തത്. പിന്നീട് ജീവിതത്തിൽ എവിടെയൊക്കെയോ മുറിഞ്ഞിട്ട് തിരിച്ചു വന്നവർ. മഴയേ തൂമഴയേ വാനം തൂർന്ന പൂങ്കുളിരേ വാനം തൂർന്ന പൂങ്കുളിരേ കണ്ടു എൻ്റെ കാതലേ. സോ ഈ ഒരു കോൺവെർസേഷൻ്റെ പാട്ടാകാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. ആൻഡ് ഈ ഒരു കോംബോയിൽ ഇനിയും നല്ല നല്ല പാട്ടുകൾ, നല്ല നല്ല സിനിമകൾ മലയാളികൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു. യെസ്, താങ്ക് യു.